വിവാഹ മോചനത്തിന് കാരണമാകുന്ന ചില വാസ്തു ഫംഗ്ഷി പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് രണ്ട് വാസ്തു ഉണ്ട്, ഒന്ന് ഭാരതത്തിൻ്റെതും ഒന്ന് ചൈനയുടേതും. അപ്പോൾ ഭാരതത്തിൻ്റെ വാസ്തു പ്രകാരം ഓരോ ദിക്കുകൾക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഫംഗ്ഷി പ്രകാരം ദിക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഓരോ ദിക്കിലും വരുന്ന എനർജി, അതായത് ഓരോ ദിക്കിലും ഓരോ എനർജി ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷിയിൽ പറയുന്നത്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ എവിടെ വീട് വെച്ചാലും ഏത് ബിൽഡിംഗ് വെച്ചാലും ആ ഓരോ ബിൽഡിങ്ങിൻ്റെയും ഓരോ ദിക്കുകളിലായിട്ട് ഓരോ എനർജി ഫോം ചെയ്യുന്നുണ്ട്. ആ എനർജി നമ്മളെ സ്വാധീനിക്കും. നമുക്കൊരു പ്ലാനിലൂടെ ഇതൊന്ന് നോക്കാം. ഇത് തെക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്, സൗത്ത് ഫേസിങ് വീടാണ്. ഇവർക്കിവിടെ ഫസ്റ്റ് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ വീട് വാസ്തു നോക്കിയല്ല ചെയ്താക്കുന്നത്. നമുക്ക് ഒറ്റ അടിക്ക് തന്നെ മനസ്സിലാവും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇതിപ്പോ സൗത്തിലാണ് ഇവിടെ റോഡ് കിടക്കുന്നത്. ഇവരിവിടെ എന്താ ചെയ്താക്കുന്നത്? സൗത്ത് വെസ്റ്റിൽ കൊണ്ടുപോയി സിറ്റ് ഔട്ട് അങ്ങ് വെച്ചു. ഇവിടെ സൗത്ത് വെസ്റ്റിലെ സിറ്റ് ഔട്ട് ആണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? സൗത്ത് നിന്നാണ് ഗേറ്റും കൊടുത്തത്. അപ്പൊ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ഈ തെക്ക് കിഴക്ക് ഭാഗത്തെ ബെഡ്റൂം ഉപയോഗിച്ചു. മകനുണ്ട്, മകൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് മകനും ഭാര്യയും കൂടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഈ ബെഡ്റൂമും എടുത്തു. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇവിടെ വാസ്തുവിൽ എന്തു പറ്റി? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂമും തെക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റ് ഔട്ടും വരണമായിരുന്നു. അതായത് ഇതിങ്ങനെ തിരിയണമായിരുന്നു, മിറർ ആകണമായിരുന്നു. ഇവിടെ അത് സംഭവിച്ചില്ല. കന്നിമൂല ഗേറ്റും വന്ന് കന്നിമൂലയിൽ സിറ്റ് ഔട്ടും വന്നു. സിറ്റ് ഔട്ടും വന്നപ്പോൾ നല്ലൊരു ഫണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതലൊരു എമൗണ്ട് ഇവരുടെ കയ്യിൽ നിന്നും മിസ്സായി. അവരുടെ പല പല ബിസിനസ്സുകളിൽ നിന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും മിസ്സായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടില ഒരേ ഒരു മകനേ ഉള്ളൂ. ഈ മകൻ വിവാഹ ബന്ധം വേർപെടുത്തി. അപ്പോൾ ആ വീടിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഒന്ന് നമ്മൾ അവിടെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടിൽ കന്നിമൂല ഭാഗം ഓപ്പണിംഗ് ആണ്, മിസ്സിംഗ് ഏരിയ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഫംഗ്ഷയിൽ കെട്ടി അടച്ചെടുത്തതിനെ മാത്രമേ എനർജി കണ്ടെയ്നർ ആയിട്ട് കൂട്ടത്തുള്ളൂ. ഇവിടെ സൗത്ത് വെസ്റ്റിലെ സിറ്റ് ഔട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്, അതിനെ നമ്മൾ ഇതായിട്ട് കണക്കാക്കത്തില്ല. പോരെങ്കിൽ ഇവർക്ക് ഈ ഭാഗത്ത് ഒരു സെപ്റ്റി ടാങ്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കന്നിമൂല വീടിന്റെ നിർമ്മിതിയിലും വീടിന്റെ പുറത്തും മലിനപ്പെട്ടു. അപ്പോൾ ഫംഗ്ഷയിൽ പറയുന്നുണ്ട്, സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഐക്യത്തിന്റെ ഏരിയ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇവിടെ പരസ്പര സ്നേഹത്തിന്റെ ഒക്കെ ഇത് കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ ദിക്ക് മലിനപ്പെട്ടപ്പോൾ നേരെ റിവേഴ്സായി, ഇവർ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളായി. അപ്പം ഭാര്യയും ഭർത്താവിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരെയാണ്? മകന്റെ കാര്യത്തിലാണ് വന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് 2025 അവസാനത്തോടു കൂടി ഇവർ ബന്ധമൊഴിഞ്ഞു. അതിൽ മറ്റൊരു കാരണവും കൂടെ ഇവിടെയുണ്ട്. ആ ടൈമിൽ ഇവർ കിടന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂമിലാണ്. വാസ്തുവിൽ പറയുന്നു ഈശാന കോണിലെ ബെഡ്റൂം ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതവിടെ നിൽക്കട്ടെ. അതിനുപരി ചൈനീസ് വാസ്തുക്കളായ ഫംഗ്ഷി പ്രകാരം എല്ലാ വർഷവും വീടിന്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ പുതിയ എനർജികൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2025 വടക്ക് കിഴക്ക് വന്നിരിക്കുന്ന സ്റ്റാർ 5 ആയിരുന്നു. ഈ 5ന്റെ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ 5 ഇവരെ ബാധിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഇവർ തങ്ങളിൽ ഡൈവേഴ്സ് ആയി. കന്നിമൂലയിലും പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടെ കണക്ട് ആയി. സെപ്റ്റി ടാങ്ക് ആയി, മിസ്സിംഗ് ആയി. 2025 ഇവരുടെ ബെഡ്റൂമിൽ ഏറ്റവും മോശം വിനാശകരമായ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി വന്നു. അത് ഇവരുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിച്ചു. ഇവിടെ വേറൊരു പ്രോബ്ലവും കൂടെ വന്നിട്ടുണ്ട്. ഇവരുടെ ഈശാന കോണും മിസ്സിംഗ് ആണ്, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗവും മിസ്സിംഗ് ആണ്. അപ്പോൾ വിവാഹ ബന്ധം വേർപെടുത്താൻ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് കാരണമാകുന്ന ചില വാസ്തു ഫംഗ്ഷി പ്രശ്നങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിന് നമുക്ക് ഫംഗ്ഷിയിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഓരോ വർഷവും നമ്മുടെ വീടിന്റെ ഓരോ ദിക്കിലേക്കും കടന്നു വരുന്ന നക്ഷത്രങ്ങൾ മുന്നേ കൂട്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ള 5 എന്ന് പറയുന്ന നക്ഷത്രം വരുന്ന വർഷം ഒന്നുകിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പരിഹാരം ആ റൂമിൽ ചെയ്യണം, അതല്ലെങ്കിൽ ആ ഒരു വർഷത്തേക്ക് ആ റൂമിൽ നിന്ന് മാറിക്കിടക്കണം. അപ്പോൾ ഒരു ഗസ്റ്റ് വന്ന് 1-2 ദിവസം കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഒരാൾ കിടന്നാൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗത്ത് വെസ്റ്റിലെ
സെപ്റ്റിക് ടാങ്ക് അവിടെ നിന്ന് മാറ്റണം. അവിടെ നിന്ന് മാറ്റി അത് നോർത്ത് വെസ്റ്റിന്റെ നോർത്തിലേക്ക് ആക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. തെക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം നമുക്ക് അതിന് റെമഡി ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണോ നമ്മുടെ പ്രശ്നം അതിനെ കാലയെക്കൂട്ടി മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള ഒരു മാൻഡേരിയൻ ഡെക്കിന്റെ സ്റ്റാച്യു വെക്കുന്നതും ഈ കപ്പിൾസുകൾ തങ്ങളിലുള്ള ഐക്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട്, ഭാര്യയും ഭർത്താവിന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അവർക്ക് ഒരു അനിമൽസ് ഉണ്ട്. ആ അനിമൽസ് ഏതാണെന്ന് മനസ്സിലാക്കുകയും ഇവർ തങ്ങളിൽ എത്ര സ്റ്റാറുകളുണ്ടെന്ന്, അതായത് പൊരുത്തമുണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയും ആ പൊരുത്തത്തിന്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അമിത്യസ്റ്റിന്റെ റോക്ക് ഒരു റെഡ് റിബണിൽ കെട്ടി ഈ വൈഫ് കിടക്കുന്ന കട്ടിൽ അതിന്റെ കാൽപാദം വരുന്ന ഭാഗത്ത് ഇതിനെ ഹാങ് ചെയ്തിടുന്നതും ഇവർ തങ്ങളുള്ള റിലേഷൻഷിപ്പ് കൂട്ടാൻ നല്ലതായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.